പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ അനുദിനം നടത്തുന്നത്, അല്ലേ? ആ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. എബ്രായ ലേഖനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. ആ യേശുവിനെ നോക്കി ഓടുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ there will be trials and tribulations in this world. അത് ഈ ലോകത്തിൽ ഉണ്ട്. എങ്കിലും ധൈര്യപ്പെടുക. നോക്ക്, ഞാൻ ഒരു കരുതുന്ന ഒരു കർത്താവുണ്ട്. അതിൽ എന്നെ തകർത്ത് കളയുന്ന ഒരു കർത്താവല്ല, അതിൽ നിന്നും എന്നെ പുറത്തെടുക്കാൻ കഴിയുന്ന, എന്നെ പണിയുവാൻ കഴിയുന്ന, അതിൽ നിന്ന് അതിൻ്റെ അകത്ത് എനിക്ക് പുതുവഴി തുറന്നു തരാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് എനിക്കുണ്ട്. ആ ധൈര്യം ദൈവമക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്നിനും നിങ്ങളെ താക്കാൻ സാധിക്കത്തില്ല, ഒന്നിനും തകർത്ത് കളയാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. യു ആർ ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നോക്ക്, ഒരു സിംഹത്തിൽ നിന്ന് ജനിച്ചത് സിംഹക്കുട്ടിയായിരുന്നു, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ദൈവ സാദൃശ്യവും ദൈവത്തിന്റെ സ്വഭാവവും അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ എവറി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ഈസ് റെസ്റ്റിംഗ് ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും, ദൈവത്തിന്റെ എല്ലാ ശക്തിയും, ദൈവത്തിന്റെ എല്ലാ പവറും നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്. അതിലോട്ടൊന്ന് നോക്കിയാൽ മതി. പലപ്പോഴും കൊടുങ്കാറ്റ് കാണുമ്പോഴും പ്രതിസന്ധി കാണുമ്പോഴും ഒക്കെ ആ കാറ്റിലോട്ടും പ്രതിസന്ധികളിലോട്ടും ഒക്കെ നോക്കി മനസ്സ് തകരാതെ, നമ്മുടെ ചുറ്റുപാടും പലതും പറയുന്ന വ്യക്തികളുണ്ട്, അല്ലേ? ഡോണ്ട് വാച്ച് യുവർ ഹേറ്റേഴ്സ്. നിങ്ങൾ ഈ പലരുടെയും ഒരു പ്രോബ്ലം ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി എന്നെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ഹേറ്റേഴ്സ്. അവരെന്ത് പറയുന്നു എന്നത് നിങ്ങൾ എന്തിനാ മാച്ച് ചെയ്യുന്നത്? നോക്ക്, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടതാണ്. കർത്താവാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, 99 നന്മ ചെയ്താലും ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ പീപ്പിൾ വാണ്ട് ടു ഹൈലൈറ്റ്. അതിനെ ആയിരിക്കും ആൾക്കാർ ഉയർത്തി പറയുന്നത്, അതിനെ ആയിരിക്കും ആ ഒരു കാര്യത്തിലായിരിക്കും എന്നും നിങ്ങൾ അറിയപ്പെടുന്നത്. നോക്ക്, എന്തെങ്കിലും ഒരു വീഴ്ച ഒരു വ്യക്തിക്ക് വന്നാൽ ആ വീഴ്ചയെക്കുറിച്ചായിരിക്കും കൂടുതൽ. ആ വ്യക്തി ചെയ്ത നന്മയോ, ആ വ്യക്തി പ്രവർത്തിച്ചതോ, ആ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചതോ, അതൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും? മറന്നു കളയും. അത് ഈ ലോകമാണ്. നോക്ക, അവര് ഈ ഹേറ്റേഴ്സിലോട്ട്, അല്ലെ നിങ്ങളുടെ എതിരെ പറയുന്നവരിലോട്ട് നിങ്ങൾ നടക്കരുത്. അവരിലോട്ട് നോക്കി നോക്ക്. ഈ ഒരു വചനമുണ്ടല്ലോ, നിങ്ങൾ കാറ്റിനെ നോക്കി വിതയ്ക്കരുത്, അല്ലേ? നോക്ക, അതിനെയൊക്കെ നോക്കി നടക്കാനല്ല വിളിച്ചത്. ലുക്ക് ഓൺ ടു ജീസസ്. നമുക്ക് നോക്കാൻ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്, നമുക്കൊരു അഭയ കേന്ദ്രമുണ്ട്. നോക്ക്, ആ വ്യക്തിയെ നോക്കി നടന്നാൽ ഒന്നിനും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്ന ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന യേശു എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ, പൂർണ്ണമായി നമ്മളെ രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. ആ പ്രാപ്തി യേശുവിനുണ്ട്. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണമായി വിടുതൽ തരാൻ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ചോദിക്കുക, എന്താ കർത്താവ് എന്റെ കാര്യത്തിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ചെയ്തിട്ട്, ഞാൻ ഇങ്ങനെയായിട്ട് എന്താ എന്റെ വിഷയത്തിൽ ഒരു മറുപടി തരാത്ത? പക്ഷെ വചനം പറയുക, സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ
അവൻ പ്രാപ്തനാകുന്നു. ആ കർത്താവിന്റെ പ്രാപ്തിയിലൊന്ന് ആശ്രയിച്ച് നമ്മുടെ പ്രാപ്തിയൊക്കെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ കർത്താവ് പ്രാപ്തന ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് മരിച്ചടക്കപ്പെട്ട ഒരു യേശുവിലല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ജീവിച്ചെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ കർത്താവാണ് എൻ്റെ കർത്തൃത്വം. ഞാൻ ആ കർത്താവിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും ധൈര്യവും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കടഭാരത്തിൽ നിന്ന്, നിങ്ങളുടെ രോഗത്തിൽ നിന്ന്, നിങ്ങളുടെ പ്രയാസത്തിൽ നിന്ന്, നിങ്ങളുടെ നിരാശയിൽ നിന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായി അവരെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന്, നിങ്ങളുടെ കുടുംബത്തെ എടുത്ത് ഉയർത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരാൻ, വേണ്ടാത്ത ബന്ധങ്ങളിലൊക്കെ പോയിരിക്കുന്ന അവരെയൊക്കെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് രക്ഷിപ്പാൻ, പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു കർത്താവിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ശക്തിയും ഇല്ലാത്ത കർത്താവിലല്ല നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ആ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ ശക്തി മരണത്തോടെ തീർന്നു പോയിട്ടില്ല. അതിലും ആ ശക്തിയോടെ ഒരു പുനരുദ്ധാനം, ഒരു ഉയർപ്പ് യേശുവിന് ഉണ്ടായിരുന്നെങ്കിൽ അതേ ഉയർത്തിയ പരിശുദ്ധാത്മാവ നമ്മളിലും ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർപ്പും വിടുതലും ഉണ്ട് എന്ന് നിങ്ങളുടെ ഭവനം തകർന്നും തളർന്നും ഇരിക്കാനല്ല. നിങ്ങളുടെ ഭവനത്തിനൊരു ഉയർച്ചയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ, ഒരത്ഭുതമല്ല, എല്ലാ വിഷയങ്ങളിലും അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യത്തോളം കൂടെ ഇരിക്കും, നിങ്ങളെ വിടുവിക്കും. ചില വിഷയത്തിലൊക്കെ ഒന്നും മിണ്ടാതിരിക്കണം. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാൻ. ചിലരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവർക്ക് പാടാ മിണ്ടാതിരിക്കാൻ, എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ കർത്താവ് പറയാ ചില വിഷയത്തിലൊന്നും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ഒരു കാര്യം ഷീന, ഈ നമ്മുടെ ഒരു സ്വഭാവമാണ് നമ്മളെ വിമർശിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അവരെ നോക്കരുത്. നമ്മൾ വിമർശിക്കുന്നവരെ നോക്കിയാൽ നമ്മളെന്നും താന്നു പോകും. നമ്മൾ നമ്മുടെ പുറകിൽ നമ്മുടെ ബാക്ക് ബൈറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാനല്ല, നോക്കുവാണെങ്കിൽ ഒറ്റയൊരാളെ നോക്കണം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. ഇവിടെ ദൈവവചനം പറയുകയാണ്, താൻ മുഖാന്തരമായി, ഷിന വായിച്ച വചനം, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ. നോക്ക്, യേശു പിതാവിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹി ഈസ് പ്രേയിങ് ഫോർ അസ്. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ നമുക്ക് ആരും ഇല്ലെങ്കിലും ഒരാളുണ്ട്. ചിലർ ഒക്കെ പറയുന്നത് എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല, എന്നെ സഹായിക്കാൻ ഈ കാര്യത്തിൽ. അത് നോക്ക്, നമ്മുടെ മാനുഷികമായ ചിന്തയാണ് നമ്മളെ സഹായിക്കാൻ. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും നിങ്ങളെ താക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും നിങ്ങളെ ഉയർത്താൻ പറ്റത്തില്ല. പ്രൊവൈഡഡ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നിങ്ങളെ താക്കാനും പറ്റത്തില്ല. ഈ ലോകത്തിൽ നിങ്ങളെ ഉയർത്തുന്നെങ്കിൽ അത് കർത്താവിന് മാത്രമേ നിങ്ങളെ ഉയർത്താൻ സാധിക്കത്തുള്ളൂ. ചിലർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഉയർത്താനൊക്കെ മേളില ആരുമില്ല. മേളിലുണ്ട്, മേളിലാണ് നമുക്കൊരാളുള്ളത്. ആ മേളിലുള്ള ആ വ്യക്തിയെ മാത്രം ആശ്രയിച്ച് നടന്നാൽ ഒരിക്കലും ലജ്ജിക്കത്തില്ല. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, സദാ ജീവിച്ചിരിക്കാൻ, അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തരാകുന്നു. എന്നാ ദൈവവചനം അല്ലേ? നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ. കടന്നു പോകുന്ന ഏത് അവസ്ഥയാണെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ. ചിലർ ഒക്കെ പറയും ഇതിന് സൊല്യൂഷൻ ഇല്ല, ഇതിനൊരു വഴിയില്ല. ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പരിധികളുണ്ട്, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ അപ്പുറം വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞാലും അതിൻ്റെ അപ്പുറം സൗഖ്യമാക്കാൻ പറ്റുന്ന, അത്ഭുതം ചെയ്യാൻ പറ്റുന്ന വഴികൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വഴികൾ തുറക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഉണ്ട്. ഷിന മുമ്പേ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതെ, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ
കഴിഞ്ഞപ്പോൾ ദൈവവചനം പറയുകയാണ്, ഞാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനോടുകൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയാണ്. യേശു ഉയർപ്പിൽ സംഭവിച്ചത് ആ കർത്താവിൽ വിശ്വസിക്കുന്ന അനേക യേശുമാര് അതുപോലെ ഉയർത്തെഴുന്നേറ്റു. അതേ ഒരു തലത്തിലേക്ക്, അതേ ഒരു പദവിയിലേക്ക്, അതേ ഒരു സാദൃശ്യത്തിലേക്ക് ഞാൻ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതേ അധികാരം നോക്ക്, ജോൺ 20:21 പറയുന്ന പോലെ എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പ്രൈസ് നോക്ക്, ഓടിപ്പോയവരാണ്, ഒളിച്ചിരുന്നവരാണ്, പ്രൈസ് മീൻ പിടിക്കാൻ തിരിച്ചു പോയവരാണ്. പ്രൈസ് നോക്കിക്കേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ എല്ലാവരെയും എന്ത് ചെയ്തു? യഥാസ്ഥാനപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് കൊടുത്ത ഉറപ്പ്, താൻ ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. പ്രൈസ് താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ച് അവരെ ഉറപ്പിക്കുക കർത്താവ് ചെയ്ത്. ഡോണ്ട് റൺ അവേ. പ്രൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജോൺ 14 ഞാൻ നിങ്ങളോട് പണ്ട് യോഹന്നാൻ 14 എഴുതിയിരിക്കുന്ന പോലെ, ഞാൻ പണ്ട് ജീവനോടെ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ വാങ്ങിച്ചയക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി നിങ്ങൾ ഓടിപ്പോകാതെ. എവിടെ മീൻ പിടി? മീനല്ല. നോക്ക്, നിങ്ങളുടെ മീൻ ശൂന്യമായിരുന്നപ്പം നിങ്ങളുടെ പടക് നിറച്ച് ഞാൻ പിടിച്ചു തന്നിട്ടില്ലേ? ഇതിന്റെ പുറകെ ഓടാതെ ഞാൻ ഇതിനേക്കാൾ ഉയരത്തിൽ നിന്നുള്ളൊരു ശക്തി ഞാൻ നിങ്ങൾക്ക് തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ ലോകത്തിൽ നിങ്ങളെ താക്കാൻ നോക്കുന്നവർക്ക് ഒന്നും നിങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. യു ആർ സോ വാല്യുബിൾ, യു ആർ സോ പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ഈ ലോകത്തിൽ ചിലരൊക്കെ നമ്മളെ അവനോ അവളോ ഒന്ന് നിസ്സാരവൽക്കരിക്കുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ യു ആർ സോ മച്ച് വാല്യുബിൾ. ആ കർത്താവ് ഈ നിസ്സാരവൽക്കരിക്കുന്നവരുടെ മുഖത്തോട്ട് നിങ്ങൾ നോക്കരുത്. അവരുടെ മുഖത്തോട്ട് അവരത് ചിലരൊക്കെ പറയും, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ അനുഭവം ഇതാ, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഏറ്റവും വലിയ മണ്ടത്തരം, മണ്ടത്തരം. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ അനുഭവം ഇതാ, അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നോക്ക്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ ഒന്നെടുക്കുക ആവശ്യമില്ല. 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അതിന്റെ 14. ഞാൻ ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്ത വാക്യം 4:14 എന്നോട് കർത്താവ് അതിശക്തമായിട്ട് സംസാരിച്ച, നിങ്ങളോട് പറയാൻ സംസാരിച്ച ഒരു വചനം 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട്, നമുക്ക് യേശു ഒരു മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായി എനിക്കുണ്ട്. ഈ ആരും ഇല്ല എന്ന് പറയരുത്. ഞാൻ കർത്താവിൽ വന്നിട്ടും എന്റെ അനുഭവം ഇങ്ങനെയാണല്ലോ എന്ന് പറയരുത്. നോക്ക്, നിങ്ങളുടെ പ്രോബ്ലമാണ് ഒരു മിറക്കിളായിട്ട് മാറുന്നത്. ആ പ്രതികൂലത്തെ കണ്ട് തിരിഞ്ഞോടാൻ വേണ്ടിയല്ല കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, എന്നാണോ രാവിലെ ഈ ഹേറ്റേഴ്സ് ആണ് എന്റെ മനസ്സിന്റെ അകത്തോട്ട് വരുന്നത്. നിങ്ങളുടെ എതിരെ പറയുന്നവർ, നിങ്ങളുടെ പിന്നിൽ പറയുന്നവർ. പ്ലീസ് ഡോണ്ട് ലുക്ക് ഓൺ ടു യുവർ ഹേറ്റേഴ്സ്. നിങ്ങളുടെ എതിരെ പറയുന്നവരും നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരും അവരിലോട്ട് നോക്കരുത്. ഇവിടെ പറയുകയാണ്, ദൈവപുത്രനായ യേശു ആകാശ ത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാം. ആ വിശ്വാസത്തെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞവൻ, ഞാൻ കൂട്ടുകാരിൽ പരമായി. നോക്ക്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേശയും അത്ര വലുതായിരിക്കും. ദൈവവചനം പറയാണ്, കൂട്ടുകാരിൽ പരമായി ഞാൻ നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ്. എത്രയധികം നിങ്ങളെ എതിർക്കുന്നവരുണ്ടോ അത്രയധികം നിങ്ങൾ മാനിക്കപ്പെടും. ദൈവസന്നിധിയിൽ നിങ്ങൾ മാനിക്കപ്പെടും, മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ താഴ്ന്നു പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കത്തില്ല. നോക്ക്, നമ്മുടെ എതിരെ നിൽക്കുന്നവരെയും നമ്മുടെ ഹേറ്റേഴ്സിനെ നോക്കിയാൽ വി കനോട്ട് സീ വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ യു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ നോട്ടം എപ്പോഴും എന്നാ, അവരത് പറഞ്ഞു, ഇവരിങ്ങനെ ചെയ്യുന്നു, അവരാ ഈ വിഷയം എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ നോക്കി നടന്നാൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ കാണാൻ പറ്റത്തില്ല. നോക്ക്, കർത്താവിനെ നോക്കി നടന്നാൽ ഗോഡ് വിൽ ഡീൽ വിത്ത് ഓൾ യുവർ എനിമീസ്. നിങ്ങളുടെ ശത്രുക്കൾ എത്ര പ്രബലന്മാരാണെങ്കിലും അവരെ എല്ലാം എന്റെ കർത്താവ് അവരെ
കൈകാര്യം ചെയ്തു. അവരെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ തല ഇടുത്തി വീണോ അവരെ തകർത്ത് കളഞ്ഞോ ഒന്നുമല്ല. നിങ്ങളുടെ എതിരെ നിൽക്കുന്നവർ പോലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കും. ബിക്കോസ് ഗോഡ് ഈസ് ലവ്. കർത്താവ് സ്നേഹമാണ്. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചാണ് തിരുത്തുന്നത്. നിങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് നോക്ക്, ഞാൻ എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് യേശു തന്നെ യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കേട്ടപ്പം യഹൂദന്മാർക്ക് എബ്രഹാം എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവാണ്. എബ്രഹാം എന്ന് പറഞ്ഞാൽ എബ്രഹാം ഇസ് ദർ പ്രൈഡ്. അവരുടെ ഏറ്റവും വലിയ പ്രൈഡാണ് എബ്രഹാം. ആ എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വന്നു. വന്നപ്പോഴത്തേക്ക് ഒന്ന് വായിക്കാവോ വാക്യം? ഏറ്റവും അവസാനം എത്രാമത്തെ വാക്യം? 59 അല്ലേ? ജോൺ 8:59 വായിക്കുന്നത്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. നോക്ക് അവരെന്ത് ചെയ്തു? അവര് യേശുവിനെ എറിയാൻ അവര് കല്ലെടുത്തു. നോക്ക്, അതുകൊണ്ട് എന്നെ എതിരെ എറിയാൻ കല്ലെടുത്ത് ഞാൻ ഇനി പരിപാടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താവ് പോകുമല്ല. അതിന്റെ അടുത്ത വാക്യം, അതായത് 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ അവൻ കടന്നു പോകുമ്പോൾ എവിടെയാ? ഒരു കല്ലേറിലൂടെ കടന്നു പോവുക. ഒരു കല്ലേറിലൂടെ തന്നെ അവരെല്ലാം കല്ലെറിഞ്ഞ് ഓടിക്കാൻ അവർ നോക്കുന്ന സമയത്ത് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. നോക്കിക്കേ, അവിടെ കർത്താവ് നോക്കിയ കർത്താവിന്റെ ദൗത്യം എന്താണോ ആ ദൗത്യം കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. ഞാൻ ഇത്രയൊക്കെ നന്മ ഇവർക്ക് ചെയ്തിട്ട്, ഇത്രയും രോഗികളെ സൗഖ്യമാക്കിയിട്ട്, അവരുടെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം ചെയ്തിട്ട് അവരെന്നെ കല്ലെറിയാൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഈ പരിപാടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കർത്താവ് പോകുമല്ല. അവർ കടന്നു പോകുമ്പോൾ ഒരു കല്ലേറിലൂടെ കടന്നു, എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. എങ്ങോട്ട് കടന്നു പോയപ്പോൾ അവനൊരു കല്ലേറിലൂടെ കടന്നു പോകുന്ന സമയത്ത് പിറവിയിലെ ഒരു കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പം ഒരു വ്യക്തി ഒരു വിഷയങ്ങളിലൂടെയൊക്കെ പോകുമ്പം നാട്ടുകാരൊക്കെ വിധിക്കാൻ തുടങ്ങും. അത് മാനുഷിക സ്വഭാവമാണ്. നോക്ക്, അവൻ കൂട്ടായ്മയ്ക്ക് പോയിട്ട് ഇത്രയായി, ഇത് ഇവന്റെ കുഴപ്പമാണോ? ഇവന് വല്ല കുഴപ്പമുണ്ടോ? ഇവൻ ശരിയാകാഞ്ഞിട്ടാണോ? ഇവന്റെ പ്രാർത്ഥന ശരിയാകാഞ്ഞിട്ടാണോ? അതോ ഇവൻ പോകുന്ന സ്ഥലം ശരിയല്ലേ? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാർ വിധിക്കാൻ. ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, ഇവൻ എന്തുകൊണ്ടാണ് കുരുടനായി ജനിച്ചത്? ഇവന്റെ കുഴപ്പമാണോ? ഇവന്റെ അമ്മയപ്പന്മാരുടെ കുഴപ്പമാണോ എന്ന് പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവന്റെ കുഴപ്പവും ഇവന്റെ അമ്മയും. നിങ്ങൾ എന്തിനാ അവരുടെ കുഴപ്പവും ഇവരുടെ കുഴപ്പവും ഒക്കെ നോക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്, ഞാൻ നിങ്ങളെ കടന്നു പോകുന്ന പലതും കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനാണ്. ഒരു കല്ലേറ് വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, നിങ്ങൾക്ക് കുറച്ച് ഹേറ്റേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നോക്ക്, ഇതൊരു എലിവേറ്റിംഗ് ടൈമാണ്. അടുത്തൊരു ലെവലിലോട്ട് ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു സമയമാണ്. അങ്ങനെ വേണം അതിനെ കാണാൻ. വിഷയത്തെ നോക്ക്, ഒരു പ്രതികൂലമായിട്ട് കാണാതെ, ഒരു സഫറിംഗ് ആയിട്ട് കാണാതെ, അതിനെ ഒരു വേദനയായിട്ട് നിങ്ങൾ കാണാതെ, ആ പ്രതികൂലത്തെ നോക്കൂ, ജീവിതത്തിലെ ഒരു വെല്ലുവിളിയായിട്ട് കാണാതെ അതിനെ ഒരു എലിവേഷനായിട്ട്. ദൈവമക്കളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവർ കടന്നു പോകുന്ന വിഷയം അവരെ എപ്പോഴും ഒരു മിറക്കിളിൽ കൊണ്ടുവന്നാണ് എത്തിക്കുന്നത്. അവർ കടന്നു പോകുന്ന ആ വിഷയത്തിന്റെ അകത്താണ് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും പോക്കുവഴി വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അതിന്റെ അകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അതിന്റെ അകത്താണ് കർത്താവിന്റെ കരം നീട്ടപ്പെടുന്നത്. വെല്ലുവിളികൾ വരും, അത് ഈ ലോകത്തിൽ നിശ്ചയമായിട്ടുമുണ്ട്. 800 കോടി ജനത്തിനുമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ചാൽ ട്രംപ് പറയും, ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്. അവർക്ക് നമ്മൾ ചിന്തിക്കുന്ന അവർക്കൊക്കെ എന്നാ കുഴപ്പം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പുള്ളിക്കൊക്കെ എന്നാ കുഴപ്പമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അവരോട് ചോദിച്ചാൽ അവർ കടന്നു പോകുന്ന വെല്ലുവിളികളുടെ ഞാൻ വെൻ യു ഗോ ഹയർ ആൻഡ് ഹയർ, കേട്ടോ, നിങ്ങൾ മുകളിലോട്ട് നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ജീവിതത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ വെല്ലുവിളികളും വലുതാണ്. നമ്മൾ ഈ ഉയർന്ന തലങ്ങളിലൊക്കെ നിൽക്കുന്നവർ ഹൗ ഈസി ഈസ് ദർ ലൈഫ്, അങ്ങനെയല്ല. ഉന്നതമായ ബിസിനസ്സുകാർ അവരോട് ചോദിച്ചാൽ പറയാം, അവര് ഓരോ ദിവസവും കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളും അത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ സംബന്ധിച്ച് എനിക്ക് ഒരാളുണ്ട്. ഇവിടെ ദൈവവചനം പറയുകയാണ്, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ എനിക്കുണ്ട്.
അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം ഒന്ന് വായിക്കാം. പക്ഷേ അതിന്റെ 4:13 ഒന്ന് വായിക്കാവും. അതിന്റെ 4 എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ചാൽ. 4:13. യെസ്. അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകലതും അവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടാണ്. അവന്റെ രക്തത്താൽ എന്നെ നിങ്ങളെയും വീണ്ടെടുത്തു, എന്റെ കർത്താവ് തെരഞ്ഞെടുത്തു. യു ആർ നോട്ട് ബൈ മിസ്റ്റേക്ക്. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് തെറ്റായിട്ട് ചിലർ പറയും, ഇന്ന വീട്ടിലൊക്കെ ഒന്ന് ജനിച്ചിരുന്നെങ്കിൽ. ചുമ്മാതെ ഞാനൊരു കാര്യം പറയാം, ഐ എം നോട്ട് ഹിയർ ബൈ മിസ്റ്റേക്ക്, ഐ എം ഹിയർ ബൈ ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഞാനും നിങ്ങളുടെ ആയിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇന്ന ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഇന്ന ജോലിയല്ല, ഈ ജോലിയിൽ, ഈ ബിസിനസ്സിൽ, ഇതിന്റെ അകത്ത് നിന്നെ ഉയർത്താൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നോക്ക്, ഒരു കുറച്ചുകൂടെ അപ്പം ഉണ്ടായിരുന്ന ഇവിടെ എല്ലാവർക്കും കൊടുക്കാനും, ഇവിടെ 200 വെള്ളിക്കാശേ ഉള്ളൂ, കുറച്ചുകൂടെ പൈസ ഉണ്ടായിരുന്നേ എവിടുന്നേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. നോ, ഇതിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. ഈ 5 അപ്പവും 2 മീനും എന്റെ കർത്താവിന് വർദ്ധിപ്പിക്കാൻ പറ്റും. നിന്റെ 200 എടുത്തിട്ടല്ല കർത്താവ് ചെയ്യുന്നത്, നിന്റെ പോക്കറ്റ് നോക്കിയിട്ടല്ല കർത്താവിന് ചെയ്യുന്നത്. അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന കർത്താവാണ്. പോസിബിൾ ഫോർ ഗോഡ്. അതുകൊണ്ട് പ്ലീസ്, എനിക്ക് ഒരാളുണ്ട്. ഐ ഹാവ് സംവൺ ഇൻ ഹൈ പ്ലേസസ്. ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പം കേൾക്കുന്ന ഒരു ചെവിയുണ്ട്, അവന്റെ ചെവി കുറുകിപ്പോയിട്ടില്ല. പ്ലീസ്, ഞാൻ കർത്താവേ എന്ന് വിളിക്കുന്ന സമയത്ത് പ്ലീസ്, ഹി ആൻസേഴ്സ് മീ. എന്റെ കർത്താവ് എനിക്ക് മറുപടി തരുന്ന കർത്താവാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകി തരാമെന്ന കർത്താവാണ്, മറുപടി തരുന്ന കർത്താവ്. ആ ഉറപ്പ് ദൈവമക്കൾക്ക് ഉണ്ടാകും. നീ നോക്ക്, മറ്റുള്ളവരെ നോക്കി, ആ എതിർക്കുന്നവരെ നോക്കി, നിന്നെ പുച്ഛിക്കുന്നവരെ നോക്കി, നിന്റെ പുറകിൽ പറയുന്നവരെ നോക്കി, അവരെ ഒന്ന് നോക്കി നടക്കാതെ യേശുവിനെ നോക്കി. നോട്ടം ഒന്ന് മാറ്റിയാൽ മതി, അത്ഭുതം നടക്കാൻ തുടങ്ങും. നോട്ടം ഒന്ന് മാറ്റിയാൽ മതി, നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. നോട്ടം ഒന്ന് മാറ്റിയാൽ മതി, നിങ്ങളുടെ സമാധാനം വലുതായിരിക്കും. നോട്ടം മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. ഇപ്പോൾ നോക്കാൻ പറ്റിയ ഒരേ ഒരാള് യേശു മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം, ഞാൻ പറഞ്ഞില്ലേ, 99 നല്ലത് ചെയ്താലും നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ച എന്നും ഹൈലൈറ്റ് ചെയ്യുക. അതാ ലോകം. ദാറ്റ് ഈസ് ദിസ്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. ഒറ്റ വീഴ്ച വന്നാൽ ആ ഒറ്റ വീഴ്ചയായിരിക്കും എന്നും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ലോകം അത് പറയും, ചരിത്രം അത് പറയും. നമ്മൾ ചരിത്രത്തെ നോക്കിയാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റും. വലിയ മഹാന്മാരുടെ കാര്യങ്ങൾ നോക്കിയാൽ ഒറ്റ കാര്യം, അവരുടെ ആ വീഴ്ച ഹൈലൈറ്റ് ചെയ്തു. അതിനാ ലോകത്തിന് ഇഷ്ടം. എന്നാൽ കർത്താവിന്റെ സ്വഭാവം എങ്ങനെയല്ല, എന്റെ വീഴ്ച മറയ്ക്കുന്നതാണ്, എന്നെ മറച്ചു പിടിക്കുന്നതാണ്. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ലജ്ജാപാത്രമായി തീരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പ്രൈസ്, എന്നെ ഒരു ദൗത്യത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് എന്റെ കർത്താവ് അയച്ചതാണ്. പ്രൈസ്, ഐ എം സെന്റ് ബൈ ഗോഡ്. ഞാൻ ഈ ഭൂമി വന്ന് എന്റെ രക്ഷകനെ തിരിച്ചറിഞ്ഞ് ഞാൻ വീണ്ടും ജനിച്ച് ഉയരത്തിലെ പുസ്തകനായ യോഹന്നാൻ പറയുന്ന പോലെ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻസൈഡ് മീ. ഐ ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻസൈഡ് മീ. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. കർത്താവ് സിംഹാസനമിട്ട് എന്റെ ഉള്ളിൽ വാഴുന്നു. സോ ഡിഫീറ്റ് എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് എന്റെ ഡിക്ഷണറിയിലില്ല. ചില തോണ്ടലൊക്കെ വരും. ഉടനെ അവരെ നോക്കി നിന്ന അവരെന്നെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് കർത്താവിനെ ഓടി അങ്ങ് പോവുകയാണോ കർത്താവ് ചെയ്ത്? ഓടിപ്പോയില്ല കർത്താവ്. അവിടെ നിന്നും അടുത്ത ആ കല്ലേറി പോകുമ്പം അടുത്ത കുരുടനെ അവിടെ സൗഖ്യമാക്കുക കർത്താവ്. എനിക്കറിയാം, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആരൊക്കെയോ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന, ഇങ്ങനെ വേദനപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വേദനപ്പെടേണ്ട. നോക്ക്, ഇവിടെ എബ്രായ ലേഖനക്കാരൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഒരാളെ നോക്കിയാൽ മതി. സകലതും തുല്യനായി, പാപമൊഴികെ സകലതിനും എനിക്കും നിങ്ങൾക്കും തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരേ ഒരാൾ. ആ ക്രൂശിലും നോക്കുക, തന്നെ മുറിവേൽപ്പിക്കുമ്പോൾ
തന്റെ സഹോദരങ്ങളും തന്റെ മാതാവും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ തന്റെ വസ്ത്രം, വലിയ പുരുഷാരം നോക്കിയിരിക്കുമെന്ന് തന്റെ വസ്ത്രം അവർ പരിച്ചെടുത്തു, തന്നെ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു. നോക്ക്, താൻ വേദനയിലൂടെ കടന്നു പോവുകയാണ്. മാനസികമായ പീഡയുണ്ട്, അവിടെ ശാരീരികമായ വേദനയുണ്ട്. നോക്ക്, തന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നോക്ക് തന്നെ ഉപദ്രവിക്കുന്നത്. ബിക്കോസ് ഹി ഹാഡ് പവർ ഇൻസൈഡ് ഹിം. തനിക്ക് ശക്തി അകത്തുണ്ട്. ഈ നോക്ക്, ശക്തി അകത്തുണ്ടായാൽ തനിക്ക് റിയാക്ട് ചെയ്യാൻ ശക്തി അകത്തുണ്ട്. പക്ഷേ റിയാക്ട് ചെയ്യാതെ ക്രൂശിലെ മരണത്തോളം, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്, താൻ ക്രൂശിലെ മരണത്തോളം താൻ മൗനമായിരുന്നു, പിടിച്ചു വെച്ചു. തന്റെ പവർ എന്ത് നോക്ക, തന്റെ പവർ. ചിലർ പറയും ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാം, അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. യേശു നോക്കെ കാണിച്ചു തരുമല്ല, അതിനെ പിടിച്ചു വെച്ചു. തനിക്ക് ശക്തി ഉണ്ടായിട്ടും, തനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ആ വേദനയെ പിടിച്ചു വെച്ചു. കാരണം അന്നേരം എന്റെയും നിങ്ങളുടെയും മുഖമാണ് കർത്താവിന്. പ്രിയപ്പെട്ടവരെ, അത് സഹിച്ചവനെ നോക്കാനാണ് വചനം. അങ്ങോട്ട് നോക്കിയോ ഒരിക്കലും ലജ്ജിക്കരുത്. എന്താവശ്യമാണോ അത് കർത്താവ് നടക്കുന്നത്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരുന്നില്ല. നിങ്ങളുടെ എവരി പ്രയർ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എവരി പ്രയർ വിൽ ബി ആൻസർഡ്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണെങ്കിലും നിങ്ങൾ കർത്താവ് ആസ്ക് ആൻഡ് ദാറ്റ് ഷാൽ ബി ഗിവൺ എന്ന ദൈവവചനം ചോദിച്ചു. നിങ്ങൾ 13-ാം അധ്യായം ലൂക്കോസ് 13, ആ ലൂക്കോസ് 13 പറയുകയാണ്, നിങ്ങൾ ചോദിച്ചു. ആസ്ക് മീ, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക് എന്ന് എഴുതിയിരിക്കും. വിട്ടുപിടിക്കരുത്. സീക്ക് ഇറ്റ് and knock it. അവിടെ ഉപമ പറഞ്ഞിട്ടാ കർത്താവ് പറഞ്ഞ. അപ്പം മേടിക്കാൻ വരുന്ന ഒരു സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ അപ്പം ഇല്ലായിരുന്നു, ശൂന്യതയായിരുന്നു. അപ്പം മേടിക്കാൻ വന്ന കാര്യം പറഞ്ഞിട്ട് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സീക്ക് ആൻഡ് നോക്ക്. മുട്ടിക്കൊണ്ടേയിരുന്നു, മുട്ടിക്കൊണ്ടേ എപ്പം വരെ കിട്ടും, വിട്ടു പോകരുത്. ചിലതൊക്കെ കണ്ടില്ല, ചില ഈ വേദനയാ മനുഷ്യർ പലരും ഇവരും പറഞ്ഞ കേട്ട വേദനയൊക്കെ കാരണം ഈ വിട്ടുപോകുന്നത്. കർത്താവ് ഡോണ്ട് ഗെറ്റ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയോ? എന്നെ കർത്താവിൽ നിന്ന് അകറ്റുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? കർത്താവിൽ നിന്ന് അകറ്റുക. നിന്നെ മോഷ്ടിക്കാൻ അവൻ പ്ലാൻ ചെയ്തിട്ടാണ്. നിന്റെ ആരാധനയ്ക്കകത്ത് നീ നിൽക്കുമ്പോൾ, നീ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുമ്പോൾ, നിന്നെ നടത്തുന്നവരോട് ചേർന്ന് നീ നിൽക്കുമ്പോൾ നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. നിന്റെ 7 അയൽവക്കത്ത് വരാം. യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ്. നിങ്ങളൊരു പ്രയർ വാളിന്റെ അകത്താണ് നിൽക്കുന്നത്, ഒരു പ്രാർത്ഥന കോട്ടയ്ക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അവനെ ഇതിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം? തട്ടി നിന്നെ വെളി കളഞ്ഞിട്ട് വേണം അവന് മോഷ്ടിക്കാൻ. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെ അവൻ കളിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാ നുണ പറഞ്ഞ് നിന്റെ നോട്ടം മാറ്റി നിന്റെ എതിരെ പറയുന്നവരെയൊക്കെ അവരെ അല്ല നോക്കണ്ടേ, യേശുവിനെ നോക്കണ്ട. ലജ്ജിക്കരുത്. എന്ത് ചോദിച്ചാലും അത് കിട്ടും. ചോദിച്ചുകൊണ്ട് ചിലത് ഈ ഞാൻ പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ട് എനിക്ക് എന്നാ കിട്ടി. ഇവിടെ നീ ജീവനോടെ ഇരിക്കുന്ന ഒരു അത്ഭുതം. നീ ഇന്ന് ലോകത്തിൽ കാണേണ്ട വ്യക്തിയല്ലായിരുന്നു. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സാക്ഷ്യമാണ്. ഞങ്ങൾ ലോകത്തിൽ കാണേണ്ട വ്യക്തിയാണ്. നമുക്ക് ചിലപ്പോൾ ഈ ഒരു രോഗം സൗഖ്യമാണ്, അത്ഭുതമാണ്, കടം മാറും, വീട് ഉയർച്ച പ്രാപിക്കും, നിന്റെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കും. അത് നോക്ക്, ദീസ് ആർ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ ഹി വിൽ നെവർ ചേഞ്ച്. കർത്താവിന്റെ വാക്ക് പ്രോമിസ് പോയെങ്കിൽ ഈ ലോകം പോലും നിലനിൽക്കത്തില്ല. നോക്ക്, കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവൻ തരാൻ ശക്തനാണ്. അതുപോലെ തന്നെ ദൈവമക്കൾ മറന്നു പോകരുത്. നിങ്ങൾക്കത് നിങ്ങളുടെ വാക്ക് പോലെ സംഭവിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന വാക്ക് അത് ഭയങ്കര ശ്രദ്ധിക്കണം. ഞാൻ പോയിട്ട് എന്നാ കിട്ടി അതൊന്നും പറയരുത്. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. എൻ്റെ ജീവിതം അത്ഭുതമാണ്, ഇന്ന് ജീവനോടെ ഇരിക്കുന്ന അത്ഭുതമാണ്. നമ്മൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ നടന്നില്ലേലും വിചാരിച്ചതിലും ഭംഗിയായി അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തു, അത് വേണം പറയാൻ. കർത്താവ് ചെയ്തതൊക്കെ ഒന്ന് പറഞ്ഞു. ആൻഡ് താങ്ക് ഹിം ഫോർ ഇറ്റ്. അത് നന്ദിയുള്ളവരായിരിക്കുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്ന പോലെ എപ്പോഴും നന്ദി. ഓൾവേസ് ഹാവ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ്. ദൈവത്തോട് നന്ദിയും സ്നേഹവും നോക്ക്, ആ ഒരു മനോഭാവം ഉണ്ടായി. നിങ്ങൾ പറയുന്ന പോലെ തന്നെ എന്ത് ചോദിച്ചാലും
ഇന്ന് വാളിൽ ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ട്, ശക്തമായ മഴ കിട്ടിയെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മഴയ്ക്ക് വേണ്ടി, ഈ ഞായറാഴ്ച മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞായറാഴ്ച ഞാൻ കിണറ്റി വെള്ളമില്ലാത്ത മുഴുവൻ പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ചു. പ്ലീസ്, എനിക്ക് മുഴുവൻ പേരുടെയും സാക്ഷ്യം കേൾക്കണം ഈ ഞായറാഴ്ച. കാരണം അവരുടെ കിണറുകളിൽ നല്ലവണ്ണം വെള്ളം പറഞ്ഞ് എന്നെ കർത്താവ് കാണിച്ചത് കിണറിന്റെ അകത്ത് ഓളം അടിക്കുന്നതാണ്. ഓളം അടിക്കുന്നത് പോലെ എന്റെ കർത്താവിന് അവൻ ആകാശത്തിന്റെ ഭണ്ഡാരത്തെ തുറക്കാൻ കഴിയുന്നതാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന കർത്താവ് ഒരു ചെറിയ ദൈവ കർത്താവിനെ അല്ല. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ ഈസ് എ ഗ്രേറ്റ് ഗോഡ്, ഈസ് എ ക്രിയേറ്റർ. എല്ലാം സൃഷ്ടിച്ചവനാണ്, സകലതും ഉളവാക്കിയവനാണ്. ഒന്നിനും എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരരുത്. സോ ലെറ്റ് us pray. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റ ഒരാളെ ഒന്ന് നോക്കിയാൽ മതി. പ്ലീസ്, അവനെ മാത്രം നോക്കാവുള്ളൂ, വേറെ ആരെയും നോക്കരുത്. നമ്മുടെ ശ്രദ്ധ നമുക്കറിയാതെ നമ്മുടെ എതിരെ പറയുന്നവരെ ഹേറ്റർ അവരെ ഒന്നും നോക്കേണ്ടത്. ആ ഓൺലൈൻ മീഡിയ, നമ്മുടെ എതിരെ പറയുന്ന ഓൺലൈൻ മീഡിയ, അവരാണോ നമ്മുടെ കാര്യം ചെയ്യുക? അവരാണോ നമ്മളെ വിളിച്ച് കർത്താവാ. നമ്മളെ വിളി ഉയരത്തിൽ നിന്നുള്ള, എന്റെ വിളി മേളിൽ നിന്നുള്ള, എന്റെ കോളിംഗ് ഹയർ കോളിംഗ് ആണ്. സോ ഐ വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. പ്രൈസ്. ഞാൻ അവന്റെ മുഖത്തോട്ട് നോക്കി ഈ ആയുസ്, എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സോട് ഞാൻ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിലും പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി. പ്രൈസ്. അനേകരെ, നമുക്ക് വലിയ ദൗത്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പറയും, നമുക്ക് ഒത്തിരി ദൗത്യങ്ങളുണ്ട്. അനേകരെ തീയിൽ നിന്നും വലിച്ചെടുക്കാൻ. നിങ്ങളെ കാണുമ്പം ചില പട്ടണങ്ങളെ കർത്താവ് കാണുകയാണ്. നിങ്ങളെ കാണുമ്പോൾ ചില ദേശങ്ങളെ വിടുവിച്ചെടുക്കാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കാണുമ്പം പ്രൈസ് ചില തകർന്ന വീടുകളെ ചേർത്ത് പിടിക്കാൻ കർത്താവ്, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വിശ്വാസത്തിന്റെ വാക്ക് മതി ഒരു ജീവിതത്തെ പണിയുവാൻ. ഒരു തകർന്നയാളെ പണിയാൻ ഒരു കർത്താവ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു ന്യൂസാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്, യേശു ഉണ്ട് ഇന്റെ ഈ വിഷയത്തിൽ. അന്വേഷിക്കണം, എന്നെ സൗഖ്യമാക്കാൻ ഒരു കർത്താവ് ഉണ്ട്. ആ പറഞ്ഞൊരു വാർത്ത ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു ഹീലിംഗ് ആണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇങ്ങനെ ഒരു ഹീലർ ഉണ്ടോ? ഇങ്ങനെ സൗഖ്യമാക്കാൻ പറ്റുന്ന ഒരു കർത്താവ് ഉണ്ടോ? ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു, ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ മേല, ക്യാൻ ഗെറ്റ് അലർജിയാ. ഇതിനു മുമ്പേ ഹിസ്റ്ററി അങ്ങനെയാണ്, ക്യാൻ ഗെറ്റ് അലർജിയാ, തനിക്ക് ആ സർജറി ചെയ്യാൻ പറ്റത്തില്ല. ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വിട്ട്. അന്നേരമാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നത്, കോട്ടയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, യേശു രോഗികളെ സൗഖ്യമാക്കും. ഞാൻ യേശു രോഗികളെ സൗഖ്യമാക്കുന്നൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കുരുടന്റെ കണ്ണ് തുറന്നത് എൻ്റെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് ഞാൻ എൻ്റെ ചൈൽഡ് ചർച്ചിൽ പഠിച്ചു. പക്ഷേ ഇന്നും ടുഡേ ഇങ്ങനെ നടക്കും. ഇന്നും ഇത് നടക്കും. ഇന്നും നടക്കും. ഇന്ന് അതിനേക്കാൾ വലുത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യം നോക്ക്, യേശു ഈ ഭൂമിയിൽ നടന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കിയതാണ്. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ പിതാവിന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനും വലുത് എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. ഐ വാസ് ഇഗ്നറന്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ആ മീറ്റിംഗ് വന്നപ്പോൾ ഹിസ് പവർ വാസ് ഡെമോൺസ്ട്രേറ്റഡ്. കർത്താവിനാസൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, തങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷിനായ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാണ്. ഹാളിലോട്ട് രോഗിയായിട്ട് പോയെങ്കിൽ തിരിച്ചു വരുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെയും ബലത്തോടെയും. നോക്ക്, ഞങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾ അനുഭവിച്ചതല്ലേ ഞങ്ങൾക്ക് ജീവിതത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടേസ്റ്റ് ഇറ്റ്. ആ കർത്താവിൽ നോക്കി ഓടിക്കൂ. You will lack nothing in your life. So let's pray. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. And only look on to God. ഒറ്റ ആളെ നോക്കാവുള്ളൂ, യേശുവിനെ നോക്കി ലജ്ജിക്കണം. യേശുവെ സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നിരുന്ന് കർത്താവിനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവിലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിച്ചു പോയില്ലെന്ന് വചനം പറയുന്നു. അവർ പ്രകാശിതരായി, അവരുടെ മുഖം പ്രകാശിതരായി. ഇന്ന് പല സാഹചര്യത്തിലും മുഖം പ്രകാശമാകാതെ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും
കരഞ്ഞും നിലവിളിച്ചുമൊക്കെ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെ തൊടണമേ. ആ കർത്താവിലേക്കൊന്ന് നോക്കാൻ കർത്താവ് പറയാ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കണമേ. എല്ലാ പ്രതികൂല അവസ്ഥകളിൽ നിന്നും അവർ വെളിയിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലിയിൽ ഒരു ഉയർച്ച യേശുവിന്റെ നാമത്തിൽ അവർക്ക് ലഭിക്കട്ടെ. അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അവർക്ക് ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്ഥലമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. അതിനുള്ള വഴികളും വാതിലുകളും എന്റെ കർത്താവിന്റെ കരം അവിടെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചിലതൊക്കെ ആധാരം ചെയ്യുവാൻ, ചിലതൊക്കെ ആധാരം ചെയ്ത് കയ്യിലാക്കുവാൻ തക്കവണ്ണം ആ കർത്താവെ അവർക്ക് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലം വിൽക്കാനുള്ളവരും വാങ്ങിക്കാനുള്ളവരും എന്നെ കർത്താവ് അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷീന അത് വാങ്ങിച്ചു ഇത് പ്രാർത്ഥിച്ചത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ ബയേഴ്സിനെ ഞങ്ങൾ വിളിച്ചു വരുന്നത്, സെല്ലേഴ്സിനെ ഞങ്ങൾ വിളിച്ചു വരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും ബ്ലെസ്ഡ് ആകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീടുകൾ വരട്ടെ. അമർത്തിക്കൊടുക്കി കവിയും നളവും മടിയിൽ തരുമെന്ന് പറഞ്ഞ കർത്താവ് വേണ്ട ഫണ്ട്സ് എല്ലാം നിന്റെ മക്കൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ആ കർത്താവുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാത്ത ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ആ കർത്താവിന്റെ കയ്യിലോട്ട് നിങ്ങളെ തന്നെ കൊടുത്തേ. ഞാനൊരു കാര്യം പറയാം. യേശു പറഞ്ഞൊരു വാക്കാണ്, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടെ സകലതും ചേർക്കപ്പെടും. ആ യേശുവായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നോട്ടെന്ന് പറഞ്ഞ കർത്താവായ യേശുവെ, നിന്നെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ഞാൻ സ്വീകരിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെയും നീ എൻ്റെ സ്വന്തവുമാണെന്ന് ഞാൻ അറിയുന്നു കർത്താവ്. എൻ്റെ മുഴുവൻ പാപങ്ങളെ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണം. ഒരു പുതിയ സൃഷ്ടിയാക്കി യേശുവെ അവിടെ തന്നെ തീർക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവെ, ഈ ജനത്തെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളമായി നിന്റെ മക്കളുടെ മേൽ ദൈവകൃപ വരട്ടെ. വീടുകളെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശാരീരികമായ വെല്ലുവിളികളിൽ ആരെങ്കിലും പോകുന്നത്, രോഗത്തിന്റെ അവസ്ഥയിലിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹീൽഡ് ആകട്ടെ. പ്രത്യേകിച്ച് ദൈവാത്മാവിന്റെ അലർജി രോഗങ്ങളെ കാണിക്കുകയാണ് കർത്താവ്, ഹീൽ ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ. പൂർണ്ണ സൗഖ്യം, സ്കിൻ അലർജികൾ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സ്കിന്നിന്റെ കളർ മാറുന്ന അങ്ങനെയുള്ള പ്രോബ്ലങ്ങളുള്ള വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. ദ ലോർഡ് ഈസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ചൂട് കൂടിയിട്ട് ദേഹം മുഴുവൻ കുരുക്കൾ പോലെ വന്ന് അവരെയും കർത്താവ് സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അസഹനീയമായ ചൂട് കാരണം യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് 5 ഡിഗ്രി കുറയട്ടെ. യേശുവിൻ നാമത്തിൽ ചൂട് കുറയട്ടെ. അങ്ങനെയുള്ള സിക്കായിട്ടുള്ള ആ ചൂട് കാരണം റാഷസ് വന്നിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. അത്ഭുത വിടുതൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ മേൽ ധാരാളമായി ദൈവകൃപ വരട്ടെ. കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ വർഷം ചില വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ട് പഠിപ്പിക്കാനുള്ള ഫണ്ട്സിന്റെ കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്ന 2 വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വഴി നിന്റെ മക്കളുടെ ജീവിതത്തിൽ തുറക്കട്ടെ. സാമ്പത്തിക ആവശ്യം മുഴുവൻ സ്വർഗം മീറ്റ് ചെയ്യുന്നതിനായി സ്തോത്രം. അതിനുവേണ്ട വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ ദിവസം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒറ്റ ഒരാളെ നോക്കിയാൽ മതി, യേശുവിനെ നോക്കിയാൽ മതി. വേറെ അവിടെയും നിങ്ങളുടെ ഇടതുവശത്ത് പറയുന്നവര്, പുറകിൽ പറയുന്നവര്, വലത്തുവശത്ത് പറയുന്നവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. പ്രീസ് നോക്ക്. നിങ്ങൾക്ക് നന്മ വരണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അതിനുവേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ ജീവനെ എനിക്ക് വേണ്ടിയാണ് കൊടുത്തത്. പ്രീസ് എനിക്ക് വേണ്ടി മരിച്ച ഒരാളേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരാളേ ഉള്ളൂ.
ആ കർത്താവിനെ നോക്കി ഓടിക്കൂ. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. അതിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ നീഡ്സ് ഈ ദിവസങ്ങളിൽ മീറ്റ് ചെയ്യുക. ഈ മാസത്തിൻ്റെ അവസാനമായി ചില കാര്യങ്ങളിലൊക്കെ ഭാരപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്ന് എനിക്ക് ദൈവാത്മാവ് എന്നെ കാണിക്കുക. ഡു നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. ഡോണ്ട് ആസ്ക്. മനുഷ്യനോട് ചോദിക്കരുത്, കർത്താവിനോട് ചോദിച്ചോ. കർത്താവ് അറിയുന്നു. പ്ലീസ് നോക്ക്, ഹി വിൽ സ്ട്രെച്ച് ഹിസ് ഹാൻഡ്. എൻ്റെ കർത്താവിൻ്റെ കരം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നീണ്ടുവരും. ഒന്നിനും കുറവ് വരത്തില്ല. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെടട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് എൻ്റെ വരവ് താമസിക്കുന്നു എങ്കിൽ നാളെ രാവിലെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം, ഇല്ലെങ്കിൽ അവിടെ കാണാം. പ്ലീസ് അവിടെ അത് ദാറ്റ് ഈസ് ഷുവർ, നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. പ്രൈസ് അവിടെ എനിക്ക് ബർത്തുണ്ട്, അവിടെ എനിക്ക് വീടുകൾ എനിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ബാക്ക്. ആ ഉറപ്പോടെ മുമ്പോട്ട് പോയിക്കോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ്